ഹലോ ഗായ്സ്, കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ പുറത്തേക്കൊന്ന് ഇറങ്ങുന്നത്. അപ്പോൾ വേറെ എങ്ങുമല്ല, നമ്മുടെ തൊട്ടടുത്തുള്ള ഭൂത്തങ്കട്ടിലേക്കാണ് പോണത്. ഷടപടേ എന്നുള്ള വരവും അതുപോലെ തന്നെ ഷടപടേ എന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള സമയം അടുത്തതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ട്രിപ്പ് ഒന്നും ഈ പ്രാവശ്യം പോയിട്ടില്ല കേട്ടോ. ട്രിപ്പ് പോകാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ പ്രാവശ്യം വരുമ്പം ഈ ഒരു ഭൂത്തങ്കട്ടി വിസിറ്റ് ചെയ്യാറുണ്ട് സുക്കുമ്പിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് അങ്ങനെ ഭൂത്തങ്കട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ അവിടെ എത്തി, നമ്മൾ ടിക്കറ്റ് എടുത്തു, നേരെ ഐസ്ക്രീം കടയിലോട്ടാണ് പോണത്. അവിടെ നിന്ന് ഒരു ഐസ്ക്രീം വാങ്ങിച്ച് സുക്കുമ്പി കുറേ നേരം അവിടെ കുത്തിമറിഞ്ഞു. അവന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ മെയിനായിട്ടും പോയത്. എനിക്ക് വല്ല താല്പര്യമൊന്നുമില്ല കേട്ടോ ഈ ഭൂത്താൻകെട്ടി പോകാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് എനിക്കറിയില്ല, എനിക്കിങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സ്ഥലം അതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഇവന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പോകുന്നുള്ളൂ. പിന്നെ അതിൻ്റെ അകത്തോട്ടും നമ്മൾ കയറിയില്ല കേട്ടോ, കാരണം ഭയങ്കര തിരക്കായിരുന്നു. വെക്കേഷൻ പ്രമാണിച്ച് എല്ലാ മക്കളും ഇതുപോലത്തെ കളി സ്ഥലങ്ങളിലേക്ക് വന്നേക്കുവാണ്. അങ്ങനെ നമ്മളിതേ ഇവിടെ വന്നിരുന്നു ഓരോ ഐസ്ക്രീമും കുത്തിക്കയറ്റി. സുക്കുമ്പി അവിടെ നിന്ന് വേറെ എന്തോ അവൻ തിന്നണത് മാംഗോ ബാർ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ദേ കുറേ നേരം വീഡിയോസൊക്കെ എടുത്തിട്ടോ. നമുക്ക് ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥലമുണ്ട് അവിടെ. അങ്ങനെ നമ്മൾ നേരെ പോണത് ഡാം കാണാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, എപ്പോൾ വന്നാലും കാണുന്ന അതേ ഡാം തന്നെ. എന്നാലും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഡാമൊക്കെ കണ്ട് നല്ല സെറ്റപ്പായിട്ട് നിന്നു. അപ്പോഴാണ് ബോട്ടിംഗ് ഉണ്ടെന്ന് അറിഞ്ഞത്. കാര്യം ഞാൻ ബോട്ടിൽ കയറൂല, എനിക്ക് ഭയങ്കര പേടിയാണ് വെള്ളം. എന്നാലും കുറച്ച് നേരം ബോട്ടിൻ്റെ അവിടെയൊക്കെ പോയി നിൽക്കാമല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് ബോട്ടിങ്ങിൻ്റെ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. ഇത്രയും നാൾ ഞാൻ ബൂത്തങ്കലിൽ വന്നെങ്കിൽ ഞാൻ ഇതുവരെ ഈ ബോട്ടിങ്ങിന് ഇവിടെ വന്നിട്ടില്ല. അപ്പം വലിയ ബോട്ടിൽ കയറണമെങ്കിൽ 20 പേര് വേണം, ചെറിയ ബോട്ടിൽ കയറണമെങ്കിൽ 10 പേര് വേണം. നമ്മളിവിടെ വന്നപ്പം ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല രസമാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നേരം ചുറ്റിക്കറങ്ങി നടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കപ്പിൾസിന് വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. കപ്പിൾസിനാകുമ്പം നല്ല രീതിക്ക് ശാന്തമായിട്ട് ആരുടെ ശല്യം ഇല്ലാതെ നല്ല രീതിക്ക് ഇരിക്കാൻ പറ്റും. മക്കളെയും കൊണ്ടൊന്നും വരുമ്പം അവരൊന്നും അങ്ങനെ അടങ്ങിയിരിക്കുകയൊന്നുമില്ല. പിന്നെ നമുക്ക് വെള്ളം ആയതുകൊണ്ട് നമുക്ക് പേടിയാണ് താനും ഇവരങ്ങനെ അങ്ങോട്ട് ഓടി പോകുന്ന കൊടുത്തിട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ. നല്ല കാമായിട്ടുള്ള സ്ഥലമാണ്. ഞാൻ ഒരുപാട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ സുക്കുമ്പി ഒരു മിരുമിരുപ്പനായതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. നിറച്ചും വെള്ളമല്ലേ പുറത്തും അപ്പുറം ഇപ്പുറമൊക്കെ വെള്ളമായതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ നമ്മളിത് അവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നടന്നു. പിന്നെ 3 പേര് കയറുന്ന ബോട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചായിരുന്നു. പക്ഷെ അത് ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും മഴയും പെയ്തു. അതുകൊണ്ട് ഞാൻ പിന്നെ കയറിയുമില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. അവിടെ നിന്ന് നമ്മളിതേ പോയത് ഇവിടെ ജംഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർക്കിലോട്ടാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്നേ പിന്നെ ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്. ഇതുവരെ ഞാൻ കയറിയിട്ടില്ല. പക്ഷെ നല്ല രസമുണ്ട്. പിള്ളേർക്ക് ഒരുപാട് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഞാൻ കുറച്ച് നേരം ഊഞ്ഞാലാടി. പിന്നെ ഞാൻ ഏർമാടത്തിൻ്റെ മണ്ടൊക്കെ വലിഞ്ഞ് കയറിയിട്ടോ. അതിന് മുന്നേ ഞങ്ങൾ ദേ ഇവിടെ വന്നിട്ട് കുറച്ച് സ്നാക്സും ഒക്കെ കഴിച്ചു. പിന്നെയാണ് ഏർമാടത്തിൻ്റെ മുകളിൽ കയറിയത്. നല്ല രസമുണ്ടായിരുന്നു. വലിയ ഏർമാടമായിരുന്നു കേട്ടോ. നന്നായിട്ട് അവിടെ നിൽക്കാനും താഴത്തേക്ക് നോക്കുമ്പോൾ ശരിക്കും നമുക്ക് പേടിയാവും. അതുപോലെ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ മണ്ടയിൽ കുറേ നേരം കയറി നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ താഴത്തോട്ട് ഇറങ്ങിപ്പോന്നു. പിന്നെ സുക്കുമ്പിയുടെ കുത്തിമറയിലായിരുന്നു. അവർക്ക് പറ്റിയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. സൈക്കിള്, പിള്ളേർക്ക് പറ്റിയുള്ള കാറ് പോലത്തെ സാധനം, അതുപോലെ എല്ലാം ഉണ്ട്. അപ്പോൾ അവൻ ഒരുപാട് നേരം ഇരുന്നു. പിന്നെ ദേ ഈ ഒരു ഗുഹയാണ് കേട്ടോ. ഈ ഗുഹയിൽ കൂടെ ഞങ്ങൾ കുറേ നേരം നടന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവും ഇവർക്ക് വട്ടാന്ന്. അതുമാതിരിയാണ് ഞങ്ങൾ രണ്ടും കൂടെ കാട്ടിക്കൂട്ടിയത്. നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ഗുഹയുടെ ഉള്ളിൽ കൂടെ നടക്കാനൊക്കെ ആയിട്ട്. അവിടെയും കുറേ നേരം നടന്ന് ഇതേ സുക്കുമ്പിയുടെ അഭ്യാസം കണ്ടോ. അവൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ സൈക്കിൾ ഓടിച്ച് കളിച്ച് ഇവനെ ഇവിടുന്ന് കൊണ്ടുപോയി ഒരുപാട് പാട് കിട്ടും. ഒന്നാമത് നല്ല മഴക്കാറുണ്ടായിരുന്നു, ജസ്റ്റ് മഴ പെയ്യുകയും ചെയ്തായിരുന്നു. അതുകൊണ്ട് നമുക്ക് വെക്കുന്ന വീട്ടിൽ പോകാൻ തയ്യാറെടുപ്പിലിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ദേ മൂടിപ്പോച്ച് വരുവാണ്. ഭയങ്കര മഴ പെയ്യാനുള്ള ഇത് വന്നതുകൊണ്ട്. അപ്പം അത്രേ ഉള്ളൂ. ബൈ.